ഹായ് എവ്രി വൺ. നമ്മുടെ കഴിഞ്ഞ 2 വീഡിയോകൾ നമ്മൾ പറഞ്ഞത് ഡെപ്റ്റോ സിസ്റ്റമാണ്. നമ്മുടെ ബ്രാഞ്ച് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസിൻ്റെ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനുള്ള മെത്തേഡുകളാണ് പറയണത്. അതിൻ്റെ പ്രോബ്ലംസാണ് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് മെത്തേഡായിരുന്നു ഡെപ്റ്റോ സിസ്റ്റം. ആ ഡെപ്റ്റോ സിസ്റ്റത്തിൽ ഫർദർ വരുന്ന 2 മെത്തേഡുകളാണ് കോസ്റ്റ് പ്രൈസ് മെത്തേഡും ഇൻവോയ്സ് പ്രൈസ് മെത്തേഡും. കോസ്റ്റ് പ്രൈസ് മെത്തേഡ് എന്താണെന്ന് പറഞ്ഞു, ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് എന്താന്ന് പറഞ്ഞു. ആ 2 മെത്തേഡും അണ്ടർ ബോത്ത് രണ്ടിലും നമ്മൾ എങ്ങനെയാണ് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാമെന്നും പറഞ്ഞു. ഇനി ഈ 3-ാമത്തെ വീഡിയോ എന്താ പറയണത്, സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റോ സിസ്റ്റം. നമ്മുടെ മെയിൻ മെത്തേഡുകളിലെ സെക്കൻഡ് വൺ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റോ സിസ്റ്റം. നമുക്ക് ആദ്യം ഇപ്പോൾ എന്ത് നോക്കാം, സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റോ സിസ്റ്റം എന്താണെന്ന് നോക്കാം. In case of this system, the head office maintains a number of accounts for branch transactions in place of in branch account. അതായത് ഇപ്പോൾ കഴിഞ്ഞ 2 മെത്തേഡ് നമുക്ക് എളുപ്പമായിരുന്നു അല്ലേ. അതായത് എന്ത് തന്നിട്ടുണ്ട്, നമുക്ക് പ്രോബ്ലം തന്നിട്ടുണ്ട്, ഒരു വർഷത്തെ കംപ്ലീറ്റ് ട്രാൻസാക്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആ ബ്രാഞ്ചിൻ്റെ ഒരൊറ്റ അക്കൗണ്ട്, വൺ സിംഗിൾ ലെഡ്ജർ സിംഗിൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ മതി. പക്ഷേ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റോ സിസ്റ്റം എന്ന് പറയുന്നത് അങ്ങനെയാണോ? അല്ല. ദർ ആർ വാരിയസ് അക്കൗണ്ട്സ്. അവിടെ ഒരുപാട് അക്കൗണ്ടുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നുണ്ട്. സോ കഴിഞ്ഞ 2 മെത്തേഡ് വെച്ച് നോക്കുമ്പോൾ മേ ബി നിങ്ങൾക്ക് എന്താവാം, കമ്പാരറ്റീവ്ലി ഒരു ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യാം. കാരണം ഇതിൽ ഒന്നിലധികം അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നുണ്ട്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, then branch expenses account, branch adjustment account, branch profit and loss account, branch cash account, branch fixed assets account, then goods sent to branch account. അങ്ങനെ ഒരുപാട് അക്കൗണ്ടുകൾ വാരിയസ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നുണ്ട്. കഴിഞ്ഞ 2 മെത്തേഡുകളിൽ ജസ്റ്റ് ഒരു ബ്രാഞ്ച് അക്കൗണ്ട് മാത്രമേ നമുക്ക് ആ ട്രാൻസാക്ഷൻസ് നോക്കി റെക്കോർഡ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഈ ഒരു പ്രോബ്ലം നോക്കാം. സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റോ സിസ്റ്റത്തിൻ്റെ പ്രോബ്ലമാണ് നമ്മൾ നോക്കാൻ പോണത്. പ്രോബ്ലം എ ഓപ്പൺ ഡാഷ് ബ്രാഞ്ച് ഇൻ ബാംഗ്ലൂർ ഓൺ 1st January 2018. ഗുഡ്സ് were invoiced at selling price which is cost plus 25%. എന്താ പറയണത്, 2018 ജാനുവരി 1 ബാംഗ്ലൂർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തു ഇല്ലേ. 2018 ജാനുവരി 1 ബാംഗ്ലൂർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ന്യൂ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അവിടേക്ക് ഹെഡ് ഓഫീസ് എന്ത് ചെയ്യാണ്, ഗുഡ്സ് സെൻഡ് ചെയ്യാണ്. ആ ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത് എന്ത് പ്രൈസിനാണ്, കോസ്റ്റ് പ്രൈസിനാണോ? അല്ല, കോസ്റ്റ് പ്ലസ് 25%. കോസ്റ്റ് പ്ലസ് 25% എന്ന് പറയുമ്പോൾ എന്താണ്, എന്ത് പ്രൈസാണ് കോസ്റ്റ് പ്ലസ് 25% എന്ന് പറയുമ്പോൾ ഇൻവോയ്സ് പ്രൈസിനാണ്. സോ നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻസ്, ഫർദർ ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റോ സിസ്റ്റത്തിൻ്റെ അക്കൗണ്ടിൽ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റോ സിസ്റ്റം എന്ന് പറയുന്ന മെത്തേഡിൻ്റെ അണ്ടറിൽ അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫർദർ ഇൻഫർമേഷൻസ് ആണ് നമ്മൾ നോക്കണത്. ഫസ്റ്റ് ഇൻഫർമേഷൻ, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ബ്രാഞ്ചിലേക്ക് ഹെഡ് ഓഫീസ് ആ ഒരു ഇയറിൽ സെൻഡ് ചെയ്തിട്ടുള്ള ഗുഡ്സിൻ്റെ വാല്യൂ എമൗണ്ട് ആണ് തന്നിട്ടുള്ളത്. എത്രയാണ്, 3 ലക്ഷം. ദെൻ സെക്കൻഡ് ഇൻഫർമേഷൻ സെയിൽസ് ആണ്. ഈ സെയിൽസിൽ തന്നെ ക്യാഷ് സെയിൽസും ഉണ്ട്, ക്രെഡിറ്റ് സെയിൽസും ഉണ്ട്. ക്യാഷ് സെയിൽസ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയും ക്രെഡിറ്റ് സെയിൽ എന്ന് പറയുന്നത് 1,40,000 രൂപയും. അപ്പോൾ എന്തൊക്കെ ഇൻഫർമേഷനാണ് ആദ്യം തന്നിട്ടുള്ളത്, ബാംഗ്ലൂർ ഓപ്പൺ ചെയ്തിട്ടുള്ള പുതിയ ബ്രാഞ്ചിലേക്ക് എത്രയാണ് ഗുഡ്സ് സെൻഡ് ചെയ്തിട്ടുള്ളത് ഹെഡ് ഓഫീസ്, 3 ലക്ഷം. പിന്നെ ക്യാഷ് സെയിൽസ് 1 ലക്ഷം ഉണ്ട്, ക്രെഡിറ്റ് സെയിൽസ് 1,40,000 ഉണ്ട്. ഇനി ബ്രാഞ്ച് വിറ്റിട്ടുള്ള ഗുഡ്സ് എന്ന് ബ്രാഞ്ചിൻ്റെ കസ്റ്റമേഴ്സ് എത്ര ഗുഡ്സ് ബ്രാഞ്ചിലേക്ക് തിരിച്ചു കൊടുത്തു, 3000. ഗുഡ്സ് റിട്ടേൺഡ് ബൈ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സാണ് ബ്രാഞ്ച് ഹെഡ് ഓഫീസിന് തിരിച്ചു കൊടുത്തതല്ല, കസ്റ്റമേഴ്സ് ബ്രാഞ്ചിന് കൊടുത്ത ഗുഡ്സിൻ്റെ വാല്യൂ ആണ് 3000 എന്ന് പറഞ്ഞ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി
കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു ഇയറിൽ കിട്ടിയിട്ടുള്ള എമൗണ്ട് ക്യാഷ് എത്രയാണ്? ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ് എത്ര രൂപയാണ്? 80,000 80,000 റുപ്പീസാണ് ഈ ഒരു ഇയറിൽ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള ക്യാഷ്. കസ്റ്റമേഴ്സിന് എന്ത് കൊടുത്തിട്ടുണ്ട്? നമ്മൾ ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എത്ര രൂപയാണ്? 1000 രൂപ. ഇനി ബ്രാഞ്ചിന് ആ ബ്രാഞ്ചിന് വേണ്ടി ഹെഡ് ഓഫീസ് പേ ചെയ്തിട്ടുള്ള എക്സ്പെൻസുകളാണ് പറയണത്. റെൻറ്റ് 1500 രൂപ, ബ്രാഞ്ചിൽ സാലറി കൊടുക്കാൻ 6000 രൂപ, ദെൻ സൺട്രി എക്സ്പെൻസസ് അതർ എക്സ്പെൻസസ് ഒക്കെ ആയിട്ട് 1000 രൂപ വന്നിട്ടുണ്ട്. പിന്നെ ഡിഫക്റ്റീവ് ഗുഡ്സ് എന്ത് ചെയ്തു? റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ 3 ലക്ഷത്തിൻ്റെ ഗുഡ്സ് സെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. അതിൽ ചിലത് എന്താവാം? ഡിഫക്റ്റ് ആവാം, അതായത് കേടുപാടുകളുള്ളതാവാം. അത്തരം ഗുഡ്സിനെ റൈറ്റ് ഓഫ് ചെയ്തു. അങ്ങനെ എത്ര പോയിട്ടുണ്ട്? 1000 രൂപ അങ്ങനെ വന്നിട്ടുണ്ട്. ദെൻ ഈ 3 ലക്ഷത്തിൻ്റെ ഗുഡ്സിൽ 12,000 രൂപയുടെ ഗുഡ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രാഞ്ച് ഹെഡ് ഓഫീസിന് തിരിച്ചയച്ചിട്ടുണ്ട്. ഇനി സ്റ്റോക്ക് അറ്റ് ദി എൻഡ്, ആ ഒരു അക്കൗണ്ടിങ് പീരീഡ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഇയർ എൻഡ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് എത്ര രൂപയാണുള്ളത്? ഇനി ബാക്കി 50,000 50,000 രൂപയാണ് സ്റ്റോക്ക് ബാക്കിയുള്ളത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻസ്, നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു. എന്തൊക്കെയാണ് ഇൻഫർമേഷൻസ്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, കോസ്റ്റ് പ്ലസ് 25% ഇൻവോയ്സ് പ്രൈസിനാണ്, സെയിൽ തന്നിട്ടുണ്ട്, എക്സ്പെൻസുകൾ പേ ചെയ്തത്, ക്ലോസിംഗ് സ്റ്റോക്ക് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യണം? ഇങ്ങനെ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റോ സിസ്റ്റം എന്ന് പറയുന്ന മെത്തേഡ് പ്രകാരം ഈ ഒരു പ്രോബ്ലത്തിന് എന്ത് കണ്ടുപിടിക്കണം? ആൻസർ കണ്ടുപിടിക്കണം. സോ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ഫസ്റ്റ് അക്കൗണ്ട് ഡ്രോൺ ചെയ്യാണ്. നമ്മുടെ ആദ്യത്തെ അക്കൗണ്ട് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. നമ്മൾ ആദ്യം വരയ്ക്കുന്നത് ബ്രാഞ്ചിൻ്റെ സ്റ്റോക്ക് അക്കൗണ്ടാണ്. ബ്രാഞ്ചിൻ്റെ സ്റ്റോക്ക് അക്കൗണ്ടിൽ ആദ്യം നമ്മൾ എന്താണ് കാണിക്കുക? ഓപ്പണിംഗ് ബാലൻസ് കാണിക്കണ്ടേ? എത്രയാണ് സ്റ്റോക്കിൽ ഓപ്പണിംഗ് ബാലൻസ് പറയുന്നുണ്ടോ? ഇല്ല, സ്റ്റോക്കിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് പറയണില്ല. ഫസ്റ്റ് ഇൻഫർമേഷൻ പറയണത് ബ്രാഞ്ചിന് പുതിയ ബ്രാഞ്ചാണ്, അപ്പോൾ ആ ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്യുന്ന ഗുഡ്സാണ് ആദ്യം പറയണത്. സോ നമ്മൾ അത് വെച്ച് തുടങ്ങുകയാണ്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ബ്രാഞ്ചിലേക്ക് വന്നിട്ടുള്ള ഗുഡ്സ്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, എന്താ വരുന്നത്? ഗുഡ്സ് ആണ്. എത്രയാണ് വന്നിട്ടുള്ളത്? 3 ലക്ഷം രൂപയുടെ ഗുഡ്സ് വന്നു ഇല്ലേ? ഇനി എന്ത് ചെയ്തു? ആ വർഷം സെയിൽസ് ഉണ്ടായി. എത്ര രൂപയാണ് സെയിൽസിൻ്റെ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണു? ക്രെഡിറ്റ് ചെയ്യുന്നു. എത്ര രൂപയാണ്? ക്യാഷ് സെയിൽസ് എത്രയാണ്? 1 ലക്ഷം രൂപയാണ് ക്യാഷ് സെയിൽസ്. ദെൻ ക്രെഡിറ്റ് സെയിൽ എത്ര രൂപയാണ്? 1,40,000 രൂപ. 1 ലക്ഷം രൂപ ക്യാഷ് സെയിൽ ഉണ്ട്, 1,40,000 രൂപ എന്തുണ്ട്? ക്രെഡിറ്റ് സെയിൽ ഉണ്ട്. 3 ലക്ഷം രൂപയുടെ ഗുഡ്സ് വന്നു, അതിന്ന് 1 ലക്ഷം രൂപയുടെ ക്യാഷ് സെയിലായിട്ടും 1,40,000 രൂപയുടെ ഗുഡ്സ് ക്രെഡിറ്റ് സെയിലായിട്ടും പോയി. ഇനി അതിന്ന് 12,000 രൂപയുടെ ഗുഡ്സ് ഇവർ എന്ത് ചെയ്തു? ബ്രാഞ്ച് റിട്ടേൺ ചെയ്തു, ഹെഡ് ഓഫീസിലേക്ക് റിട്ടേൺ ചെയ്തു. അതേപോലെ ഡിഫക്റ്റീവ് ആയിട്ടുള്ള 1000 രൂപയുടെ ഗുഡ്സും എന്ത് ചെയ്തു? റിട്ടേൺ ചെയ്തു, അതായത് അത് റൈറ്റ് ഓഫ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെഴുതണം? ആദ്യം നമ്മുടെ ഡെബിറ്റ് സൈഡിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താ കിട്ടിയിട്ടുള്ളത്? 3 ലക്ഷം രൂപയുടെ ഗുഡ്സ് വന്നു, അത് റെക്കോർഡ് ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. നമുക്ക് കിട്ടിയിട്ടുള്ള ഗുഡ്സ് 3 ലക്ഷം. അതിൽ നിന്ന് എത്ര പോയി? ക്യാഷ് സെയിൽസ് ആയിട്ട് 1 ലക്ഷം പോയി, ക്രെഡിറ്റ് സെയിലായിട്ട് 1,40,000 പോയി. ഹെഡ് ഓഫീസിലേക്ക് നമ്മൾ തിരിച്ചയക്കണത്, റിട്ടേൺ ചെയ്യണത് 12,000 ആണ്. ഡിഫക്റ്റീവായി പോയത് 1000 ആണ്. ഇനി നമ്മൾ വിറ്റ് ഗുഡ്സിൽ നിന്ന് നമുക്ക് തന്നെ തിരിച്ച് കിട്ടി കുറച്ച്. എത്രയാണ്? കസ്റ്റമേഴ്സ് നമുക്ക് തിരിച്ചു തന്നു. എത്രയാണ് തന്നിട്ടുള്ളത്? 3000. സോ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ അക്കൗണ്ട് എന്ത് ചെയ്യാണ്? ടാലി ചെയ്യാണ്, ക്ലോസ് ചെയ്യാണ്. ഇത്രയാണ് നമ്മുടെ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിലുള്ളൂ. അപ്പോൾ നമ്മളിത് ടാലി ചെയ്യാണ്, ടോട്ടൽ ചെയ്യാണ്. സോ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞാൽ എത്ര ഒരു എമൗണ്ട് വരും? 50,000 എമൗണ്ട് വരും. അത് നമ്മൾ നെക്സ്റ്റ് ഇയറിലേക്ക് ബ്രോ ഡൗൺ ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ചെയ്താൽ നമ്മുടെ ഫസ്റ്റ് അക്കൗണ്ട് എന്തായി? കഴിഞ്ഞു. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ ചെയ്യുന്നത് ഗുഡ്സ് കിട്ടുന്നു. ആദ്യം നമ്മൾ റിസീവ് ചെയ്യുന്നത് ഡെബിറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് നമ്മൾ സെല്ല് ചെയ്തത് ക്രെഡിറ്റ് ചെയ്തു, അതേപോലെ നമ്മൾ ഹെഡ് ഓഫീസിലേക്ക് റിട്ടേൺ ചെയ്തത് ക്രെഡിറ്റ് ചെയ്തു.
ഡിഫക്റ്റീവായിട്ട് റിട്ടേൺ ചെയ്തത് ക്രെഡിറ്റ് ചെയ്തു. ദെൻ നമുക്ക് തിരിച്ച് നമ്മുടെ ഡെപ്റ്റേഴ്സ് തന്നിട്ടുള്ളത് എന്ത് ചെയ്തു, നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഇതിലിനി വേറെ എൻട്രീസ് ഒന്നും വരണില്ല. അപ്പോൾ ആ സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ ബാലൻസ് ചെയ്യാണ്. 50,000 രൂപ ബാലൻസ് ക്യാരി ഡൗൺ വന്നു. അത് നമ്മൾ നെക്സ്റ്റ് ഇയറിലേക്ക് എന്ത് ചെയ്തു, ബ്രോ ഡൗൺ ചെയ്തിട്ടു. ഇനി നമ്മുടെ നെക്സ്റ്റ് അക്കൗണ്ട്, നമ്മുടെ സെക്കൻഡ് അക്കൗണ്ട്, രണ്ടാമത്തെ അക്കൗണ്ട് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്, ഡെപ്റ്റേഴ്സിന് നമ്മൾ ആദ്യം സെല്ല് ചെയ്യുന്നു അല്ലേ. ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ കടത്തിന് സാധനങ്ങൾ വിൽക്കുമ്പോഴാണ് ഡെപ്റ്റേഴ്സ് ഉണ്ടാവുന്നത് അല്ലേ. സോ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ എത്രയായിരുന്നു നമ്മുടെ ക്രെഡിറ്റ് സെയിൽ ടു ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിച്ചിട്ടുള്ളത് എന്താണ്, നമ്മുടെ ക്രെഡിറ്റ് സെയിലിൻ്റെ എമൗണ്ട് ആണ്. ക്രെഡിറ്റ് സെയിൽ എത്ര രൂപയായിരുന്നു, 1,40,000 രൂപയായിരുന്നു അല്ലേ. ഇനി അതിൽ എത്ര രൂപ അവർ നമുക്ക് തിരിച്ചു തന്നു, നമ്മുടെ ഡെപ്റ്റേഴ്സ് നമുക്ക് 80,000 രൂപ തന്നു. 1,40,000 രൂപയായിരുന്നു ക്രെഡിറ്റ് സെയിൽ, അതിൽ 80,000 രൂപ അവർ തന്നു. 3,000 രൂപയുടെ ഗുഡ്സും അവർ തന്നു. ഇനി ബ്രാഞ്ച് എക്സ്പെൻസസ് ആയിട്ട് 1,000 രൂപ ഇൻകർ ചെയ്തു. സോ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യണു. ആ ഒരു അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ബാലൻസ് ചെയ്യാണ്. ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുമ്പോൾ 56,000 രൂപ വന്നു. സോ ബാലൻസ് ബ്രോ ഡൗൺ, ആ 56,000 ബ്രോ ഡൗൺ ചെയ്യുന്നു, അക്കൗണ്ട് ടാലി ചെയ്യുന്നു. അതായത് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, രണ്ടാമത്തെ അക്കൗണ്ട് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ആരാ, നമുക്ക് നമ്മുടെ കമ്പനിക്ക് ഇങ്ങോട്ട് പൈസ തരാനുള്ളവരാണ്. അതായത് നമ്മൾ ഗുഡ്സ് ക്രെഡിറ്റിന് വിൽക്കുമ്പോൾ, കടമായിട്ട് കൊടുക്കുമ്പോഴാണ് ഡെപ്റ്റേഴ്സ് ഫോം ചെയ്യണത്. സോ ഡെപ്റ്റേഴ്സിൽ എത്ര രൂപയാണ്, നമ്മുടെ ക്രെഡിറ്റ് സെയിലിൻ്റെ എമൗണ്ട് ആണ് കാണിക്കുന്നത്, 1,40,000 രൂപ. അതാണ് നമ്മുടെ എമൗണ്ട്. ഇനി അതിലേക്ക് എത്ര തന്നു അവർ, 80,000 തന്നു. എത്ര ഗുഡ്സ് റിട്ടേൺ ചെയ്തു, 30,000. എക്സ്പെൻസസുകൾ, ബ്രാഞ്ചിന് എക്സ്പെൻസ് വന്നിട്ടുള്ളത് ആ ഡെപ്റ്റേഴ്സിൻ്റെ മീതെ 1,000 രൂപ എക്സ്പെൻസ് ബ്രാഞ്ചിന് വന്നിട്ടുണ്ട്. ദെൻ അതെല്ലാം ചേർത്ത് ബാലൻസ് ചെയ്യുമ്പോൾ 56,000 രൂപ അത് നെക്സ്റ്റ് ഇയറിലേക്ക് ബ്രോ ഡൗൺ ചെയ്യുന്നു. അപ്പോൾ ബ്രാഞ്ച് അസറ്റ് അക്കൗണ്ട് കഴിഞ്ഞു, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് കഴിഞ്ഞു. ഇനി നമ്മുടെ തേർഡ് അക്കൗണ്ട്, മൂന്നാമത്തെ അക്കൗണ്ടാണ് ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട്. ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിൽ നമ്മൾ എന്താ കാണിക്കുക, ആ ഒരു വർഷം നമുക്ക് എന്തൊക്കെ എക്സ്പെൻസുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം കാണിക്കും ഇല്ലേ. ഏതൊക്കെയാണ് എക്സ്പെൻസുകൾ ഇൻകർ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. എക്സ്പെൻസ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഏത് സൈഡിലാണ് കാണിക്കുക, ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക അല്ലേ. എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യല്ലേ ചെയ്യുക. അപ്പോൾ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഏതൊക്കെ എക്സ്പെൻസുകളാണെന്നുള്ളത് എഴുതുന്നു. സാലറി എത്ര രൂപ വന്നു, 6,000 രൂപ ഈ വർഷം സാലറി കൊടുത്തു. ദെൻ റെൻ്റ് എത്ര വന്നു, 1,500 വന്നു. എക്സ്പെൻസുകൾ എത്ര വന്നു, 1,000 വന്നു. ബ്രാഞ്ച് ഡെപ്റ്റേഴ്സിന് എത്ര രൂപ ചിലവായി, 1,000 രൂപ. അപ്പോൾ ഈ വർഷത്തെ എക്സ്പെൻസുകളെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു. ക്രെഡിറ്റ് ചെയ്യാൻ വല്ല എമൗണ്ടും ഉണ്ടോ, ഇല്ല. അപ്പോൾ ഈ ഒരു ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്ന 9,500 എന്നുള്ളത് തന്നെയാണ് ഈ ക്രെഡിറ്റ് സൈഡിൽ എഴുതണത്. അതാണ് ബ്രാക്കറ്റിൽ ഞാൻ എന്ത് എഴുതിയിട്ടുള്ളത്, ബാലൻസിങ് ഫിഗർ ആണത്. അത് ഏത് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിൽ ഇവിടെ കിട്ടിയിട്ടുള്ള ഈ 9,500 എന്നുള്ള ബാലൻസിങ് ഫിഗർ നമ്മൾ ഏത് അക്കൗണ്ടിലേക്കാണ് കുട്ടികളെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക്. ഏത് അക്കൗണ്ടിലേക്കാണ്, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. സോ ഒന്നുകൂടി പറയാണ്, ബ്രാഞ്ചിൻ്റെ എക്സ്പെൻസ് അക്കൗണ്ട് ഏറ്റവും സിമ്പിളാണ്. എന്താ ചെയ്യേണ്ടത്, നമ്മുടെ എക്സ്പെൻസുകൾ റെക്കോർഡ് ചെയ്യുക. എക്സ്പെൻസ് ഏത് സൈഡിലാണ് എഴുതുക, കൊമേഴ്സ് സ്റ്റുഡൻസ് ആണ്, എന്തായാലും അറിയും ഏത് സൈഡിലാണ്, ഡെബിറ്റ് സൈഡിലാണ്. സാലറി, റെൻ്റ്, സെൻട്രി എക്സ്പെൻസസ്, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ്, ഈ എക്സ്പെൻസുകളെല്ലാം നമ്മൾ എന്ത് ചെയ്തു, റെക്കോർഡ് ചെയ്തു. അപ്പോൾ ഓൾ ടോട്ടൽ 9,500 കിട്ടി. ക്രെഡിറ്റ് സൈഡിൽ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ സെയിം എമൗണ്ട് അവിടെ ബാലൻസിങ് ഫിഗർ കാണിച്ചു. അത് ഏത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ബൈ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക്. ക്ലിയർ ആണോ? അപ്പോൾ അസറ്റ് അക്കൗണ്ട് കഴിഞ്ഞു, നമ്മുടെ എക്സ്പെൻസ് അക്കൗണ്ട് കഴിഞ്ഞു. അതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ ഏത് അക്കൗണ്ടാണ് ചെയ്തത്, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് അല്ലേ. ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും കഴിഞ്ഞു. ദെൻ ഫോർത്ത് വൺ
ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് 4ാമത്തെ അക്കൗണ്ടാണ്, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ ആദ്യം എഴുതണത് ബ്രാഞ്ച് എക്സ്പെൻസ് എന്നുള്ളതാണ്. ഈ ബ്രാഞ്ച് എക്സ്പെൻസ് 9,500 എവിടുന്നാണ് വന്നത്? 9,500 എവിടുന്നാണ് വന്നത്? നമ്മളിവിടെ ബാലൻസിങ് ഫിഗർ എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റിലേക്കാണ് മാറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ടു ബ്രാഞ്ച് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ 9,500. ഈ 9,500 നമ്മൾ ഇവിടേക്ക് മാറ്റിയിട്ടുള്ളത്, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. ഇനി രണ്ടാമത് ബ്രാഞ്ച് സ്റ്റോക്ക്. ബ്രാഞ്ച് സ്റ്റോക്കിലും എന്ത് വന്നിട്ടുണ്ട്? 1000 രൂപ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിലും അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. 1000 രൂപ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ ആ ഡിഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുടെ, ഇവിടെ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് നോക്കിയാൽ അറിയാം, നമ്മുടെ ഡിഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടുള്ള 1000 രൂപ ട്രാൻസ്ഫർ ചെയ്യണത് ഏത് അക്കൗണ്ടിലേക്കാണ്? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ അതും നമ്മൾ എന്തെഴുതി? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതി. അപ്പോൾ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ 2 എൻട്രീസ് ആണ് ആദ്യമായി വരുന്നത്. ഫസ്റ്റ് വൺ ബ്രാഞ്ച് എക്സ്പെൻസസ് 9,500, സെക്കൻഡ് വൺ ബ്രാഞ്ച് സ്റ്റോക്ക് 1000 രൂപ. ഇത് ഡിഫക്റ്റീവായ ഗുഡ്സിൻ്റെ മീത വന്നത്. അതും നമ്മൾ എവിടേക്കാണ് മാറ്റണത്? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക്. ഇനി നമ്മൾ ഒരു കാര്യം പറഞ്ഞു, ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞു, ഇത് 25% എന്ന് പറയുന്നത് എന്താണ്? ഇൻവോയ്സ് ആണ്, ഇൻഫ്ലാറ്റഡ് പ്രൈസിലാണ്, കോസ്റ്റ് പ്രൈസിലല്ല, ഇൻവോയ്സ് പ്രൈസിലാണ് ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്കും ഗുഡ്സ് സെൻഡ് ചെയ്തിട്ടുള്ളതും ക്ലോസിംഗ് സ്റ്റോക്കും കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ആ ലോഡിങ് നമ്മൾ അതിൻ്റെ മീതെ നിന്ന് റിമൂവ് ചെയ്യണം. ലോഡിങ് റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്തിൻ്റെ? സ്റ്റോക്ക് റിസർവിൻ്റെ, അതായത് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ലോഡിംഗ് ആണ് റിമൂവ് ചെയ്യണത്. സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട്, അതായത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു സ്റ്റോക്ക് റിസർവ്. ആ ലോഡിംഗ് കോസ്റ്റ് പ്രൈസും ഇൻവോയ്സ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളിവിടെ റിമൂവ് ചെയ്യണത്. സ്റ്റോക്ക് എത്രയായിരുന്നു? 50,000 ആയിരുന്നു സ്റ്റോക്ക്. അതിൻ്റെ 25% ഇൻഫ്ലേറ്റ് ചെയ്ത് ഹയറായിട്ട് കൂട്ടിക്കാണിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ 50,000 ഇൻറ്റു 25/125 10,000 രൂപ നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. അവിടെ സ്റ്റോക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു നമ്മൾ, അത് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഡെബിറ്റ് ചെയ്തു 1000 രൂപ, ഇൻഫ്ലേറ്റഡ് പ്രൈസ്. ഇനി അതേപോലെ ഗുഡ്സ് സെൻഡ് ടു ദി ബ്രാഞ്ച്, ഗുഡ്സ് സെൻഡ് ചെയ്തിട്ടുള്ളത്, ഈ ഗുഡ്സ് സെൻഡ് ചെയ്തിട്ടുള്ളത് ഏതാണ്? ഈ ബ്രാഞ്ചിന് ഹെഡ് ഓഫീസ് അയച്ച 60,000, 3 ലക്ഷമാണ് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് അയച്ചിട്ടുള്ള ഗുഡ്സ്. അതിൽ 12,000 എന്ത് ചെയ്തു? ബ്രാഞ്ച് തിരിച്ചയച്ചു. 3 ലക്ഷമാണ് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് ഗുഡ്സ് സെൻഡ് ചെയ്തത്. അതിൽ 12,000 എന്ത് ചെയ്തു? ഹെഡ് ഓഫീസ് തിരിച്ചയച്ചു. നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞു, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 ലക്ഷം രൂപയുടെ ഗുഡ്സ് ബ്രാഞ്ചിന് ഹെഡ് ഓഫീസ് അയച്ചു. അതിൽ 12,000 രൂപയുടെ ഗുഡ്സ് എന്ത് ചെയ്തു? ഹെഡ് ഓഫീസ് തിരിച്ചയച്ചു. ആ തിരിച്ചയച്ച ഗുഡ്സിൻ്റെ മീതെയുള്ള ലോഡിംഗ് ആണ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ ഇവിടെ റിമൂവ് ചെയ്യണത്. 12,000 ഇൻറ്റു 25/125 എത്ര രൂപയാണ്? 2,400. ഓക്കെ. ഇനി ക്രെഡിറ്റ് സൈഡിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത് എന്തിൻ്റെ എമൗണ്ട് ആണ്? ബ്രാഞ്ചിലേക്ക് ഹെഡ് ഓഫീസ് അയച്ചിട്ടുള്ള സെൻഡ് ചെയ്തിട്ടുള്ള ഗുഡ്സ് 3 ലക്ഷം, അതിൻ്റെ 25% ഇൻഫ്ലേറ്റഡ് പ്രൈസിനെയാണ് ഇവിടെ നമ്മൾ കുറച്ച് കാണിച്ചിട്ടുള്ളത്. ദെൻ ബാലൻസ് ചെയ്യുന്നു. സോ ആ ഒരു അക്കൗണ്ടും ക്ലോസ് ആയി. ഒന്നുകൂടി പറയുകയാണ്, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അതിലാദ്യം നമ്മൾ കാണിക്കണത് നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ഫിഗർ. അതിൽ പിന്നെ കാണിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെ ഡിഫക്റ്റീവ് ഗുഡ്സിൻ്റെ എൻട്രിയാണ്. ഡിഫക്റ്റീവ് ഗുഡ്സിൻ്റെ എമൗണ്ട് ആണ് 1000 എന്നുള്ളത്. അതും നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലാണ്. ഇനി പിന്നെ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ കാണിക്കുന്നത് ലോഡിംഗ് റിമൂവ് ചെയ്യണതാണ്. അതിലാദ്യം റിമൂവ് ചെയ്യണത് സ്റ്റോക്കിൻ്റെ മീതെയാണ്. സ്റ്റോക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 50,000 രൂപ. ആ 50,000ത്തിൻ്റെ 25% ഇൻഫ്ലേറ്റഡ് പ്രൈസ്, 25% എന്ത് ചെയ്യാണ്? ലോഡിംഗ് ആണ്, അതായത് ഹയറായി കാണിച്ചതാണ്. അത് നമ്മളിവിടെ റിമൂവ് ചെയ്തു.
ഇനി ബ്രാഞ്ചിന് വേണ്ടി ഹെഡ് ഓഫീസ് അയച്ച ഗുഡ്സിൻ്റെ 3,25,000 അതിവിടെ റിമൂവ് ചെയ്തു. ഇനി ഹെഡ് ഓഫീസിലേക്ക് ബ്രാഞ്ച് തിരിച്ചയച്ച ഗുഡ്സിൻ്റെ 12,000 രൂപയുടെ ഗുഡ്സിൻ്റെ 25% ഇവിടെ നമ്മൾ റിമൂവ് ചെയ്തു. ഇനി ആ അക്കൗണ്ടിനെ 2 സൈഡും കൂടി ബാലൻസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളത് നമ്മൾ എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യണത്? ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക്. എത്ര രൂപയാണ്? 37,100 രൂപ. ഇപ്പോൾ നമ്മൾ അസറ്റ് അക്കൗണ്ട്, ബ്രാഞ്ചിൻ്റെ അസറ്റ് അക്കൗണ്ട് നോക്കി. ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക് അക്കൗണ്ട്, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്, എക്സ്പെൻസ് അക്കൗണ്ട് എല്ലാം നോക്കി. ഇനി നെക്സ്റ്റ് വൺ, ദ ലാസ്റ്റ് വൺ, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്യുന്ന ഗുഡ്സിൻ്റെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്നുള്ളതാണ് ഹെഡിങ്. അതിലാദ്യം നമ്മൾ എന്താ കാണിക്കുന്നത്? ബ്രാഞ്ചിന് വേണ്ടി ഹെഡ് ഓഫീസ് അയക്കുന്ന ഗുഡ്സ്. ബ്രാഞ്ചിന് വേണ്ടി ഹെഡ് ഓഫീസ് അയക്കുന്ന ഗുഡ്സാണ് 3 ലക്ഷം. ഇനി അതിന്ന് ഹെഡ് ഓഫീസിലേക്ക് ബ്രാഞ്ച് തിരിച്ചയക്കുന്നത് എത്രയാണ്? 12,000. 3 ലക്ഷം രൂപയുടെ ഗുഡ്സ് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് അയച്ചു. അത് നമ്മൾ എന്ത് ചെയ്തു? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഹെഡ് ഓഫീസിലേക്ക് ബ്രാഞ്ച് തിരിച്ചയക്കുന്ന ഗുഡ്സ് 12,000 നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. ദെൻ ഇവിടെ കാണിച്ച 60,000 രൂപ എന്തിൻ്റെയാണ്? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൻ്റെയാണ്. ഇവിടെ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ നോക്കിയാൽ കാണാം. നമ്മുടെ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ഈ 60,000, അതായത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ള ഈ 60,000 ആണ് നമ്മുടെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടിൽ ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത്. ക്ലിയർ ആണോ? ഈ 60,000 എന്ന് പറയണത് നമ്മുടെ നമ്മുടെ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ബൈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളതാണ് ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഈ ഒരു അക്കൗണ്ടിൽ തിരിച്ചു കാണിക്കുന്നത്. അതേപോലെ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റിൽ കാണിച്ചിട്ടുള്ള 2,400 എമൗണ്ട് ആണ് നമ്മൾ ബൈ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കുന്നത്. ഒന്നുകൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എടുക്കുക. അതിലിതാ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ആ ലോഡിങ് റിട്ടേൺ ചെയ്യണത്. സോ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ആ 2,400 ആണ് നമ്മൾ എവിടെ കാണിക്കുന്നത്? നമ്മുടെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടിൽ ബൈ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കുന്നത്. ദെൻ ബാലൻസിങ് ഫിഗർ എന്ത് ചെയ്യാണ്? ടു ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടിൽ 3 ലക്ഷം ഇങ്ങോട്ട് കിട്ടിയത് ക്രെഡിറ്റ് ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്? 12,000 തിരിച്ചയച്ചു, അത് ഡെബിറ്റ് ചെയ്തു. ദെൻ നമ്മുടെ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ബൈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്നും പറഞ്ഞു ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞു 2 എൻട്രീസ് കിടക്കുന്നുണ്ട്. അത് രണ്ടും നമ്മൾ ഈ അക്കൗണ്ടിലേക്ക് എടുത്ത് പോസ്റ്റ് ചെയ്യുകയാണ്. ദെൻ ബാലൻസിങ് ഫിഗർ നമ്മൾ എന്ത് ചെയ്യുന്നു? ടു ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ ഇതോട് കൂടിയിട്ട് എന്ത് തീർന്നു? നമ്മുടെ ഡെപ്റ്റേഴ്സ് ആൻഡ് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റം എന്ന് പറയുന്ന മെത്തേഡിൽ എങ്ങനെയാണ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് തീർന്നു. ഈ ഒരു മെത്തേഡ് ഇതാണ്. നിങ്ങൾക്ക് മേ ബി ഡിഫിക്കൽട്ടായി തോന്നാം. കുറച്ചധികം അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ കഴിഞ്ഞ മെത്തേഡുകൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം. ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട്, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഏറ്റവും ബേസിക്കായിട്ട് നമുക്ക് അതിൻ്റെ ജേർണൽ എൻട്രീസ് അറിഞ്ഞിരിക്കണം. ഏതൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ അക്കൗണ്ട്സിൽ എങ്ങനെ പോസ്റ്റ് ചെയ്യും എന്നുള്ളത്. സോ ഒന്നുകൂടി പ്രോബ്ലംസൊക്കെ വായിച്ച് നിങ്ങൾ സ്വയം വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ.